നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. एक्चुअली बात नहीं कर सकते हैं, रियलिटी ये है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन। വോട്ട് കൊള്ളയിലും ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിലും ഡൽഹിയിൽ പ്രതിപക്ഷ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. സ്ഥലത്ത് സംഘർഷം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എംപിമാർ അറസ്റ്റിൽ. ഭരണഘടന സംരക്ഷിക്കാനുള്ള സമരമെന്ന് രാഹുൽ. പ്രതിപക്ഷ എംപിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നത് ഉപേക്ഷിച്ചു. തനിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയത് ഞെട്ടിച്ചുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. കുടുക്കാൻ ശ്രമിച്ചതിൽ വിഷമമുണ്ടെന്നും സൂപ്രണ്ടിനും പ്രിൻസിപ്പലിനുമെതിരെ പരാതിയില്ലെന്നും ഹാരിസ്. കുടുക്കാൻ ശ്രമിച്ചതിൽ കടുപ്പിച്ച KGM-CTA. ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് DME, സൂപ്രണ്ട്, പ്രിൻസിപ്പൽ എന്നിവരെ ഒഴിവാക്കി. തിരുവനന്തപുരം ഡൽഹി വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണം. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നുവെന്ന വിമാനത്തിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള എംപിമാർ. ആരോപണം തള്ളി എയർ ഇന്ത്യ. സംഭവിച്ചത് ഗോ എറൗണ്ട് എന്ന വിശദീകരണം. വിമാനത്തിന്റെ തകരാർ പരിഹരിച്ചുവെന്ന് എയർ ഇന്ത്യ. വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് 14 സർവകലാശാലകളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശവുമായി ഗവർണർ. സെമിനാറും വിഭജന ഭീതി പ്രമേയമാക്കുന്ന നാടകങ്ങളും സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശം. ഗവർണറുടേത് ഭരണഘടനാ വിരുദ്ധമായ നിലപാടെന്ന് VD സതീശൻ. കോതമംഗലത്ത് 23-കാരി സോന എൽദോസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പറവൂർ സ്വദേശി റമീസിനെതിരെ പരാതി. റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും ആത്മഹത്യാക്കുറിപ്പ്. സോനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ റമീസിനെതിരെ കേസെടുത്ത് പോലീസ്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനായി ലുക്കൌട്ട് സർക്കുലർ. പോലീസ് നടപടി. വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ വേടൻ ഒളിവിലെന്ന് പോലീസ്. രാഹുൽ ഗാന്ധി ആരോപിച്ച വോട്ട് കൊള്ളയിൽ പ്രതിപക്ഷ എംപിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നാടകീയ രംഗങ്ങൾ. രാഹുൽ ഗാന്ധി നയിച്ച മാർച്ച് ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ വെച്ച് ഡൽഹി പോലീസ് തടഞ്ഞു. പിരിഞ്ഞു പോകണമെന്ന് പോലീസ് എംപിമാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ എംപിമാർ തയ്യാറായില്ല. മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർച്ചിന് അനുമതി ആവശ്യപ്പെട്ട് അപേക്ഷ ലഭിച്ചില്ല എന്ന് ഡൽഹി പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സമയം അനുവദിച്ചിരുന്നു. എന്നാൽ കമ്മീഷനെ കാണുന്നതിൽ നിന്ന് പ്രതിപക്ഷ എംപിമാർ പിന്മാറി. सर, पुलिस आपको डिटेन कर रही है क्या? आप लोग गिरफ्तारी देंगे क्या? एक्चुअली बात नहीं कर सकते हैं, रियलिटी ये है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, 1 मैन 1 वोट की लड़ाई है. इसीलिए हमें साफ प्योर वोटर लिस्ट चाहिए. രാഹുൽ ഗാന്ധി ആരോപിച്ച വോട്ട് കൊള്ളയിലാണ് പ്രതിപക്ഷ എംപിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചിലാണ് ഇപ്പോൾ നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. മാർച്ച് ഇടയ്ക്ക് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് അറസ്റ്റ് ചെയ്ത എംപിമാരെ നീക്കുകയായിരുന്നു. Rahulji has raised some serious questions. They deserve serious answers. The Election Commission, I believe, not only has a responsibility to the nation, but it has a responsibility to itself. That there should not be any doubts left in the minds of the public about this entire credibility of our elections. The elections matter to the whole country. And our democracy is too precious to be jeopardized by doubts about whether there is duplicate voting, whether there are multiple addresses, whether there are fake votes. All of this, and manipulation is the worst case scenario.
മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് എന്ന് VS സുനിൽകുമാർ. വോട്ടർ പട്ടികയിലെ ചട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘൂകരിച്ചു. വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. BJP മെമ്പർഷിപ്പ് മിസ് കോൾ അടിച്ചാൽ കൊടുത്തുകൊണ്ടിരുന്ന പോലെ വോട്ടർമാരെ പോസ്റ്റ് കാർഡ് കാണിച്ചാൽ വോട്ട് ചേർക്കാൻ കഴിയുന്ന പറയുന്ന പരിപാടിയാണ് ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ഇലക്ഷൻ കാണിച്ചത്. അത് കൃത്യമായി അറിയാവുന്ന BJPക്കാർ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള BJPക്കാരായിട്ടുള്ള വോട്ടർമാരെ ഇവിടേക്ക് ബൾക്കായി കൊണ്ടുവന്ന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ആ എണ്ണം തൃശൂരിലും വോട്ടർ പട്ടിക ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തി വീട്ടമ്മ. തങ്ങൾ പോലും അറിയാതെ 6 കള്ളവോട്ടുകൾ തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തു എന്ന് പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ വീട്ടമ്മ പ്രസന്ന അശോകൻ പറയുന്നു. 4C ഫ്ളാറ്റിൽ തന്നെ കൂടാതെ 6 പേരുടെ വോട്ട് കൂടി ചേർത്തു എന്ന് പ്രസന്ന അശോകൻ പറയുന്നു. പൊതുപ്രവർത്തകർ ഇടപെട്ട് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്നും വീട്ടമ്മ പ്രതികരിച്ചു. 6 എന്നാണ് പറഞ്ഞത്. 6 പേരെയും നമ്മളറിയുന്നതല്ല, ഞങ്ങളുടെ ബന്ധുക്കാരുമല്ല. അന്ന് ഇതൊന്നും അറിയില്ലായിരുന്നില്ല. ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഇതിൻ്റെ പേരിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നില്ല. പിന്നീടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട്. കള്ളോട്ട് ഇതിൻ്റെ പേരിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതിയിൽ ഒപ്പിട്ട് തരാൻ പറ്റുമെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വന്നത്. ഫ്ലാറ്റിൽ വേറെ ചേർത്തിട്ടുണ്ടോയെന്ന് അറിയില്ല. വേറെ ഫ്ലാറ്റുകളിൽ പറയുന്നത് കേട്ടോ. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ക്രമക്കേട് സ്ഥിരീകരിക്കുന്നത് എന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണത്തിന് തയ്യാറാകണം. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തും. രാജ്യത്തുടനീളം BJP നടത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി തൃശൂരിലും നടന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. അല്ല, ഞങ്ങൾ ഇത് മുന്നേ സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ്. അതായത് ക്രമക്കേട് നടന്നു എന്നുള്ളതിൻ്റെ പ്രാഥമികമായ തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. അത് ഇന്ന് ആ വീട്ടമ്മ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ തന്നെ 9 വോട്ടുകൾ അഡീഷണലായിട്ട് വരുന്നതായി കാണുകയാണ്. നമ്മളപ്പുറത്ത് ഒരു വീട്ടിൽ 11 വോട്ട് സുരേഷ് ഗോപി ചേർത്തി പിന്നീട് അത് പോകുന്നു. സമാനമായ രീതികളിൽ ഞങ്ങൾ കൊടുത്ത പരാതികൾ ഞങ്ങൾ ഓൾറെഡി പരാമർശിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇത് ചേർത്തുന്ന സമയത്ത് ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന BLOമാർ തൊട്ട് ജില്ലാ കളക്ടർ വരെയുള്ളവരുടെ നടപടികൾ അതാണ് പരിശോധിക്കേണ്ടത്. വിവാദ സർക്കുലറുമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് 14-ന് സർവകലാശാലകളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം. മുഴുവൻ സർവകലാശാല VCമാർക്കും ഗവർണർ സർക്കുലർ നൽകിയിട്ടുണ്ട്. വിവിധ സെമിനാറും വിഭജന ഭീതി പ്രമേയമാക്കുന്ന നാടകങ്ങളും പൊതുജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന മട്ടിൽ സംഘടിപ്പിക്കണമെന്നാണ് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് നൽകിയ സർക്കുലറിലുള്ള നിർദ്ദേശം. അർഹമായ പ്രാധാന്യത്തോടെ ഈ ദിവസം ഓർമ്മപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. രാജ്ഭവനിൽ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ കാവിക്കൊടിയേന്ത്യ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഗവർണറുടെ നീക്കം. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട തർക്കവും ഭരണപ്രതിസന്ധിയും പരിഹരിക്കാൻ സർക്കാർ ശ്രമം തുടരുന്നതിനിടയിലാണ് ഗവർണറുടെ ഉത്തരവ്. എല്ലാ വൈസ് ചാൻസലർമാരും വിദ്യാർത്ഥികളും ദിനാചരണത്തിൽ പങ്കെടുക്കണമെന്നാണ് സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിഭജന ഭീതി ദിനം ആചരിക്കുന്നത്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഭജന ഭീതി ദിനം ആചരിക്കാൻ സർക്കുലർ നൽകിയ ഗവർണറെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കി വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന VCമാർക്ക് സർക്കുലർ നൽകാൻ ഗവർണർക്ക് എന്ത് അധികാരമാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. സംസ്ഥാന സർക്കാരിന് സമാന്തരമായി ഗവർണർ തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. താൻ ഇപ്പോഴും വിഭജന രാഷ്ട്രീയത്തിന്റെ വക്താവായ RSSകാരനാണെന്ന് ഭരണഘടനാ പദവിയിലിരിക്കുന്ന വിശ്വനാഥ് അർലേക്കർ കേരളത്തോട് വിളിച്ചു പറയുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണം. റൺവേയിൽ മറ്റൊരു വിമാനമുണ്ടായിരുന്നതായി കേരളത്തിൽ നിന്നുള്ള MPമാർ പറഞ്ഞു. ആരോപണം തള്ളി എയർ ഇന്ത്യയും രംഗത്തെത്തി. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 160 യാത്രക്കാരുമായി തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിൽ കേരളത്തിൽ നിന്നുള്ള MPമാരുൾപ്പെടെ 5 MPമാർ ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, K രാധാകൃഷ്ണൻ,
തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നുള്ള റോബർട്ട് ബ്രൂസ് എന്നീ എംപിമാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ചെന്നൈയിൽ 2 തവണ വിമാനം നിലത്തിറക്കാൻ ശ്രമിച്ചു. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നതിനാൽ ആദ്യ ശ്രമം പാളി. അരമണിക്കൂർ ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ പറന്ന ശേഷമാണ് ലാൻഡ് ചെയ്യാനായതെന്നാണ് എംപിമാരുടെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെ എയർ ഇന്ത്യ തള്ളിയിട്ടുണ്ട്. സംഭവിച്ചത് ഗോ അറൗണ്ട് ആണെന്നാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം. ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനു ശേഷം യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലെത്തിച്ചു. യാത്രക്കാരും വിമാന അധികൃതരും സുഖമായിരിക്കുന്നുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. അതേസമയം അന്വേഷണം വേണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൂടെയുള്ളവർ തന്നെ കൊടുക്കാൻ ശ്രമിച്ചത് വേദനയുണ്ടാക്കിയെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട്. അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്ന് KGM-CTA വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞു. അതേസമയം ഹാരിസിനെ കൊടുക്കാൻ ശ്രമിച്ച DMAയെയും പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിൽ അയക്കാൻ ശ്രമിച്ചുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നുവെന്നും എന്നാൽ തന്നെ അറിയാവുന്നവർ പോലും സഹായിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കീഴുദ്യോഗസ്ഥർ എന്ന നിലയിൽ നേരിട്ട് ചോദ്യം ചെയ്യാമായിരുന്നു. അതിന് പകരം വാർത്താസമ്മേളനം നടത്തിയതിൽ വിഷമമുണ്ടെന്നും ഒരു ഏറ്റുമുട്ടലിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒന്നും ചോദിച്ചില്ല, ഒരു ക്ലാരിഫിക്കേഷനും ചോദിച്ചില്ല. ഫോണിൽ കൂടെ നേരിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിനെ വിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അവിടെ ഹാരിസ് അവിടെ സംഭവിക്കുന്നത്, എന്താണ്, ആരാണ് കയറുന്നത്, എന്താണ് എന്നുള്ളത് ഈ ലോകത്തിനോട് പറയുന്നതിന് മുമ്പേ ഒരു വാക്ക് എന്നോട് ചോദിക്കാമല്ലോ. ഉപകരണ മോഷണത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കുടുക്കാൻ ശ്രമിച്ച DMAയെയും പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമായി. ഭരണപരമായ ചുമതലകൾ വഹിക്കുന്നവർ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോകണമെന്ന് അഭ്യർത്ഥിക്കുന്ന സന്ദേശം തിരുവനന്തപുരം യൂണിറ്റ് ഭാരവാഹികൾ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തു. ഭരണത്തിലുള്ളവർ ഗ്രൂപ്പിലുണ്ടെന്നതിൽ അംഗങ്ങളിൽ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഭരണപരമായ ചുമതലകൾ അവസാനിക്കുമ്പോൾ ഇവരെ വീണ്ടും ഗ്രൂപ്പിൽ ചേർക്കാമെന്നും സന്ദേശത്തിലുണ്ട്. ഉപകരണ മോഷണത്തിൽ തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നതായും സംഘടന സഹായിക്കണമെന്നും ഡോക്ടർ ഹാരിസ് അഭ്യർത്ഥിച്ചത് ഇതേ ഗ്രൂപ്പിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്തു. TTC വിദ്യാർത്ഥിനിയായ സോന എൽദോസാണ് ആത്മഹത്യ ചെയ്തത്. മരണത്തിൽ പറവൂർ സ്വദേശി റമീസിനെതിരെ പരാതിയുമായി കുടുംബം രംഗത്തെത്തി. റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സോനയെ റമീസ് ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി സോനയുടെ സഹോദരൻ ബേസിൽ. സോനയ്ക്കേറ്റ മർദ്ദനം കൂട്ടുകാരി തന്നോട് പറയുന്നത് സംസ്കാരം നടന്നതിന് ശേഷമാണ്. റമീസും കുടുംബവുമാണ് സഹോദരിയുടെ മരണത്തിന് കാരണമെന്നും കേസുമായി ഏതറ്റം വരെയും പോകുമെന്നും ബേസിൽ പറഞ്ഞു. ഇതില് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള ഉണ്ടായ സംഭവം, ഈ റമീസ് എൻ്റെ പെങ്ങൾ നമ്മൾ ഇഷ്ടത്തിലാണ്. ഇഷ്ടത്തിലായി കഴിഞ്ഞിട്ട് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നതായിട്ട് വന്നു. അപ്പോൾ വരാനും പറഞ്ഞിരുന്നിട്ട് അപ്പം മരിച്ചിട്ട് ഞാൻ പറഞ്ഞു 1 വർഷം കഴിയാതെ ഇനി ആണ്ട് കഴിയാതെ നല്ല കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വേണ്ടി ആണ്ട് എടുത്തായിരുന്നു. അവരന്ന് പറഞ്ഞു മതം മാറണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മതം മാറാം, കുഴപ്പമില്ല, അവളുടെ ഇഷ്ടമാണെങ്കിൽ മതം മാറാമെന്ന്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നാലും എനിക്കൊരു ഇതുണ്ട്, ഫേസ് മാരേജ് ചെയ്താലോന്ന് ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞു ഇല്ല, ഞാൻ മാറിക്കോളാം, കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞു പൊന്നാനിയിൽ 2 മാസം പോയി മതം മറിഞ്ഞിരുന്നു. കഴിഞ്ഞ 1 വർഷം കഴിയുമ്പോൾ എല്ലാം നടത്താനും പറഞ്ഞ് സെറ്റായിട്ടിരുന്നായിരുന്നു. അന്നേരമാണ് ഇവനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിന്ന് പിടിക്കുന്നത്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർ രഹസ്യമായിട്ട് ചോദിച്ചു. പക്ഷെ ഇവളറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവന്റെ വാപ്പയുടെ ഉമ്മയുടെ എടുക്കുന്നിട്ട് പറഞ്ഞ് ഇവനെയും കൂട്ടി ഇനി ഞാൻ മതം മാറില്ല, എൻ്റെ വീട്ടുകാർക്ക് ഇത്രയും ഇതുമാണ്, അപ്പോൾ ഞാനെന്തിനാ നിങ്ങളുടെ സൈഡ് മാത്രം നിൽക്കണം, ഇവനിങ്ങനെ എന്നോട് തെറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞ് അവൾ മതം മാറുന്നു. അങ്ങനെ മതം മാറില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് അവരെ എന്താ പറയുക, അവരെ പ്രകോപിപ്പിച്ചു. അത് ഇവൾ കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോയതാ, ഇവിടെ അടിമാലിയിലുള്ള. അവിടെ നിന്ന് ഇവൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ മാത്രം മാറണ്ട, എന്നിട്ട് അവൻ അവരുടെ വീട്ടുകാരെ ഉപേക്ഷിച്ച് നമുക്ക് വാടകയ്ക്ക് താമസിക്കാനും പറഞ്ഞ് അവൻ അങ്ങനെ ഇറക്കിക്കൊണ്ട് പോയത്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയെന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വാദം തള്ളി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. കാന്തപുരവുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും കള്ളം പ്രചരിപ്പിക്കരുത് എന്നും ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു. ജൂലൈ 16 നടക്കേണ്ടിയിരുന്ന നിമിഷയുടെ വധശിക്ഷ മരവിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കെയാണ് തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.
ദിയാദനം സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്ന തലാലിന്റെ കുടുംബം സൂഫി പണ്ഡിതരുടെ ഇടപെടലിൽ വഴങ്ങിയെന്നായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവകാശപ്പെട്ടത്. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ജൂലൈ 16 നടക്കേണ്ടിയിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിനെ ചൊല്ലിയുള്ള ക്രെഡിറ്റ് തർക്കവും തുടരുകയാണ്. അതിനിടെ തനിക്ക് ക്രെഡിറ്റ് വേണ്ടെന്നും കടമയാണ് നിർവഹിച്ചതെന്നും കാന്തപുരം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ കാന്തപുരത്തിന്റെ വാദം തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത്. മോചനത്തിനായി കാന്തപുരം ഇടപെട്ടിട്ടില്ലെന്നും കള്ളം പ്രചരിപ്പിക്കരുതെന്നുമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാനോ വധശിക്ഷ ഒഴിവാക്കാനോ തങ്ങൾ തയ്യാറല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തലാലിന്റെ കുടുംബം. അമൃത ന്യൂസ്, കോഴിക്കോട്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. വേടൻ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ഇതോടെ വിമാനത്താവളം വഴിയടക്കം വേടൻ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം കസ്റ്റഡിയിലെടുക്കാനാകും. വേടൻ ഒളിവിൽ പോയതോടെ കഴിഞ്ഞ ദിവസം കൊച്ചി ബോൾഗാട്ടി പാലസിലെ ഓളം ലൈവ് എന്ന സംഗീത പരിപാടി മാറ്റിവെച്ചിരുന്നു. പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനം. അതേസമയം മറ്റൊരു ദിവസം പരിപാടി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പത്തനംതിട്ട കൂടലിൽ യുവാവിനെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. പൈറ്റുവിള സ്വദേശി രാജനാണ് മരിച്ചത്. മൃതദേഹത്തിൽ ശരീരമാസകലം കുത്തേറ്റ മുറിവുകളുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടെ സമീപത്ത് താമസിക്കുന്ന ബന്ധുവാണ് മൃതദേഹം കണ്ടത്. ഇന്നലെ രാത്രി സുഹൃത്തിനൊപ്പം വീട്ടിലെത്തിയതാണ് രാജൻ. അയൽവാസിയായ രാജന്റെ സുഹൃത്ത് ഒളിവിലാണ്. പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി. കോഴിക്കോട് തടമ്പാട്ടത്താഴത്ത് സഹോദരിമാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സഹോദരൻ പ്രമോദിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊലപാതകത്തിന് ശേഷം പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പ്രതിയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സഹോദരിമാരുടെ മരണം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. അതേസമയം പ്രതിക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോഴിക്കോട് തടമ്പാട്ടുതാഴം ഫ്ലോറിക്കൽ റോഡിലെ വാടക വീട്ടിൽ സഹോദരിമാരെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരനെ കാണാതായതോടെയാണ് അന്വേഷണം പ്രമോദിലേക്ക് നീങ്ങിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇവരുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തി. കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് സഹോദരനായുള്ള ലുക്കൌട്ട് നോട്ടീസും ചേവായൂർ പോലീസ് പുറത്തിറക്കിയിരുന്നു. ഇതിനിടെയാണ് കൊലയ്ക്ക് ശേഷം പ്രമോദ് വീട്ടിൽ നിന്നും പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ശനിയാഴ്ച പുലർച്ചെ 5-നും 6-നും മധ്യേ തടമ്പാട്ടുതാഴത്തെ റോഡിലൂടെ നടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അതേസമയം ഇയാൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. ഇയാളുടെ അവസാന ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയ ഫറോക്ക് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിൽ യുവാവിനെ കാട്ടാന ആക്രമിച്ചു. കാട്ടാനയ്ക്ക് മുന്നിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചയാൾക്കാണ് പരിക്കേറ്റത്. ഊട്ടിയിൽ നിന്ന് മൈസൂരുവിലേക്കുള്ള ദേശീയപാതയ്ക്കടുത്താണ് സംഭവം. വാഹനം നിർത്തുന്നതിന് കർശന നിരോധനമുള്ള മേഖലയാണിത്. വാഹനങ്ങൾ നിർത്തി ഒട്ടേറെ പേർ ഇറങ്ങി നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. വാഹനം നിർത്തി കാട്ടാനയുടെ അടുത്തേക്ക് സെൽഫി എടുക്കാൻ പോയതായിരുന്നു യുവാവ്. ആന പൊടുന്നനെ പ്രകോപിതനായി ഇയാൾക്ക് പിന്നാലെ ഓടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഓടുന്നതിനിടെ യുവാവ് റോഡിൽ വീഴുന്നതും പിന്നാലെ എത്തിയ ആന ഇയാളെ ചവിട്ടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പരിക്കേറ്റ യുവാവിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നടക്കുന്ന മേഖല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഒരു വടക്കൻ വീരഗാഥ കാണാൻ 3 താരങ്ങൾ പറന്നെത്തി. ചിത്രത്തിൽ ഭാരതാരങ്ങളായിരുന്ന അമ്പിളിയും വിശാൽ മേനോനും അഭിജിത്തുമാണ് കോർണേഷൻ തിയേറ്ററിൽ ഇടം പിടിച്ചത്. കുഞ്ഞുണ്ണൂലിയെ കുഞ്ഞിരാമനായിരുന്നു കുട്ടിക്കാലത്ത് മംഗലം ചെയ്തത്. വളർന്നു വലുതായപ്പോൾ ആരോമലിൻ്റെ പെണ്ണായി കുഞ്ഞുണ്ണൂലി. മേഖല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഒരു വടക്കൻ വീരഗാഥ പ്രദർശിപ്പിച്ചപ്പോൾ കുഞ്ഞുണ്ണൂലിയുടെയും കുഞ്ഞിരാമൻ്റെയും കുട്ടിക്കാലം മനോഹരമാക്കിയ അമ്പിളിയും വിശാൽ മേനോനും തിയേറ്ററിൽ സീറ്റുറപ്പിച്ചു. 36 വർഷങ്ങൾക്ക് ശേഷം അഭ്രപാളിയിൽ തങ്ങളുടെ വേഷവും പ്രകടനവും ആവേശത്തോടെ ഇരുവരും ആസ്വദിച്ചു. ഉണ്ണി ഗണപതി എന്ന പാട്ട് സീനിൽ പരമശിവന്റെ രൂപത്തിലെത്തിയ അഭിജിത്തും ഇരുവർക്കുമൊപ്പം സിനിമ കണ്ടു. അമ്പിളി കുട്ടികൾക്കൊപ്പമാണ് സിനിമ കാണാനെത്തിയത്. സെറ്റിലെ വിശേഷങ്ങളും കളിയും ചിരിയുമൊക്കെ ഓർത്തെടുത്ത് അവർ വർണ്ണാഭമായ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നടന്നു. ഓർമ്മയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുട്ടിയാണെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആണല്ലോ. വാൾപ്പയറ്റും അതും അതിൻ്റെ ലൊക്കേഷനും. അപ്പോൾ 4-5 വയസ്സുണ്ടാവുമായിരിക്കും എനിക്ക്. പക്ഷെ എനിക്ക് അങ്ങനെ ചെറുതായിട്ട് ഓർമ്മയുണ്ട്. നമുക്കിപ്പോൾ കാണുന്ന സമയത്ത് പല കാര്യങ്ങളും പഴയത് ഓർമ്മ വരുന്നുണ്ട്. 4 വയസ്സുണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ചെറുതായിട്ട് ഓർമ്മയുണ്ട്. 4 വയസ്സുണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ചെറുതായിട്ട് ഓർമ്മയുണ്ട്. 4 വയസ്സുണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ചെറുതായിട്ട് ഓർമ്മയുണ്ട്. നമുക്കിപ്പോൾ കാണുന്ന സമയത്ത് പല കാര്യങ്ങളും പഴയത് ഓർമ്മ വരുന്നുണ്ട്.
ഒരുപാട് സന്തോഷം. കാരണം വെച്ചാൽ പല ആൾക്കാരും ഇന്നില്ല നമ്മളോട്. ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ആ ഒരു കളിചിരിയൊക്കെ ആയിട്ട് വിനീത്, റോഷൻ ബിജലി, പിന്നെ അതുപോലെ വിശാൽ എല്ലാവരും വീണ്ടും കാണാൻ പറ്റി. അതുപോലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വീണ്ടും വരാനുള്ളൊരു അവസരം കിട്ടി. കോരപ്പുഴ കടന്നാൽ പിന്നെ കടത്തനാടാണ്. ഫ്യൂഡൽ തർക്കങ്ങൾ തീർക്കുന്ന ചേകവന്മാരുടെ കടത്തനാടൻ ആയുധമുറകളെ മലയാളിയോട് കൂട്ടിച്ചേർത്ത ചിത്രം. ഹരിഹരനും MT-യും PV ഗംഗാധരനും കൈകോർത്തപ്പോഴാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന ഇതിഹാസം പിറവികൊണ്ടത്. അണ്ടമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആളായി പിറന്നവരിൽ ആരുമില്ല. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ കാർ നടപ്പാതയിലേക്ക് പാഞ്ഞു കയറി പരിക്കേറ്റ 4 പേരുടെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. 4 പേർ വെന്റിലേറ്ററിലാണ്. ഒരാളെ ഇന്നലെ രാത്രി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വഴിയാത്രക്കാരായ ശ്രീപ്രിയ, അഞ്ജനേയൻ, ഓട്ടോ ഡ്രൈവർമാരായ ഷാഫി, സുരേന്ദ്രൻ എന്നിവരാണ് വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത്. ഷാഫിക്ക് ഇന്നലെ രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി. വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥ് ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതിനെ തുടർന്നാണ് കാർ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയത്. ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ ഒന്നും പാലിക്കാതെയാണ് കാർ ഓടിച്ചത്. തിരക്കേറിയ റോഡിൽ പരിശീലനം പാടില്ലെന്ന നിയമം ലംഘിച്ച് അമിത വേഗത്തിലാണ് കാർ ഓടിച്ചത്. കാറിൽ ഡബിൾ ക്ലച്ച് സംവിധാനം ഉണ്ടായിരുന്നില്ല. പരിശീലനം നടത്തുമ്പോൾ വാഹനത്തിൽ പ്രദർശിപ്പിക്കേണ്ട സൂചകങ്ങൾ ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 2019-ൽ വിഷ്ണുനാഥിന് ലൈസൻസ് ലഭിച്ചതിനെക്കുറിച്ചും അന്വേഷണം നടന്നേക്കും. കാറിൽ ഉണ്ടായിരുന്ന 2 പേരുടെയും ലൈസൻസ് റദ്ദാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയം കിടങ്ങൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച ഒരു മരണം. ഇടുക്കി ബൈസൺ വാലി സ്വദേശി ഷാജി സെബാസ്റ്റ്യനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:30യോടുകൂടിയായിരുന്നു അപകടം. പാലാ ഭാഗത്തുനിന്ന് ഏറ്റുമാനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വന്ന ടോറസ് ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കാറിൽ കുടുങ്ങിയ ഷാജിയെ ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അപകടത്തിൽ ഷാജിയുടെ ഭാര്യയ്ക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുന്നിക്കോട് വിളക്കുടിക്ക് സമീപത്താണ് വാഹനാപകടം നടന്നത്. കാവൽപുര സ്വദേശി അഖിലാണ് മരിച്ചത്. അഖിലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് നൌഫലിന് പരിക്കേറ്റു. മറ്റൊരു സ്കൂട്ടറിലും ടിപ്പർ ലോറി ഇടിച്ചു. സ്കൂട്ടറിലെത്തിയ യുവാവിനും പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി എതിർദിശയിലേക്ക് കയറുകയായിരുന്നു. പോസ്റ്റിൽ ഇടിച്ചാണ് ടിപ്പർ ലോറി നിന്നത്. ദേശീയപാതാ നിർമ്മാണത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിയമപരമായി പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിച്ചു പോകേണ്ടതുണ്ട് എന്നും അതിൽ കർശന നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട് എന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. കരാർ കമ്പനി അലംഭാവം കാണിച്ചാൽ ഇടപെടണമെന്ന് കേന്ദ്രത്തോട് അറിയിച്ചിട്ടുണ്ട്. റോഡ് വരണം എന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡ് എല്ലാവർക്കും വേണ്ടിയാണ്. ചിലർക്ക് ചില പുതിയ റോഡ് വരുമ്പോൾ അസ്വസ്ഥത ഉണ്ടെന്നും അത് രാഷ്ട്രീയമാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. നിയമപരമായി പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിച്ചു പോകേണ്ടതുണ്ട്. അതിൽ കർക്കശ നിലപാട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. ആ നിലപാട് കേന്ദ്രമന്ത്രിയെയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിരുന്നു. ഒരു 5 ദിവസം മുമ്പാണ് തിരുവനന്തപുരത്ത് വളരെ വിശദമായ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. അതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ, പ്രൊജക്ട് ഡയറക്ടർമാർ, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ, ജില്ലാ കലക്ടർമാരുൾപ്പെടെ. തൃശൂരിൽ വൈറലായ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്. സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ ASI അപർണ ലവകുമാർ. പണയം വയ്ക്കാൻ സ്വന്തം വളയൂരി നൽകിയും ക്യാൻസർ രോഗികൾക്കായി മുടി ദാനം ചെയ്തുമെല്ലാം ശ്രദ്ധ നേടിയ അപർണ വീണ്ടും വൈറലായിരിക്കുകയാണ്. ഗതാഗതക്കുരുക്കിൽ ഓടി നടന്ന ആംബുലൻസിന് വഴിയൊരുക്കുന്ന അപർണയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുകയാണ്.
രൂക്ഷമായ ഗതാഗതക്കുരുക്കിനിടെ അത്യാസന്ന നിലയിൽ രോഗിയുമായി വന്ന ആംബുലൻസിന് മുന്നിൽ ഓടി വഴിയൊരുക്കുന്ന അപർണയുടെ വീഡിയോ ആണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ. തൃശൂർ അശ്വിനി ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ ASI അപർണ ലവകുമാർ തൻ്റെ സേവനങ്ങളിലൂടെ മുൻപും ശ്രദ്ധയാർജിച്ചിട്ടുണ്ട്. 2009 ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിളായിരുന്നപ്പോഴാണ് അപർണ ആദ്യമായി വാർത്തകളിൽ നിറഞ്ഞത്. ഒരു സ്ത്രീയുടെ മൃതദേഹം ബില്ലടയ്ക്കാതെ വിട്ടു നൽകാൻ വിസമ്മതിച്ച ആശുപത്രി അധികൃതർക്ക് മുന്നിൽ വീട്ടുകാർ ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് അന്ന് അപർണ തൻ്റെ 3 സ്വർണ്ണവളകൾ ഊരി നൽകിയത്. പിന്നീട് 2019 ക്യാൻസർ രോഗികൾക്കായി തൻ്റെ മുടി മുറിച്ചു നൽകിയും അപർണ വാർത്തകളിൽ താരമായി. ഉത്തരവാദിത്വങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് വീണ്ടും തെളിയിക്കുകയാണ് അപർണ. ഒരു ആംബുലൻസിന്റെ സഹായം കേൾക്കുന്നുണ്ട്. അപ്പൊ നോക്കിയപ്പോ ഞങ്ങളുടെ ബാക്കിലായിട്ട് ഒരു ആംബുലൻസ് വരുന്നുണ്ടായിരുന്നു. നല്ല ബ്ലോക്കാ. നമുക്ക് യൂണിഫോം ഇട്ടാലും ശരി ഇല്ലെങ്കിൽ ശരി ഇരിപ്പുറക്കില്ല. ഒരു പോലീസുകാരനോ അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല, ഇറങ്ങി. നല്ല സഹകരണമായിരുന്നു. പിന്നെ യാത്രക്കാരൊക്കെ പെട്ടെന്ന് നമ്മൾ പറയുമ്പോ തന്നെ അവര് ഒതുക്കാൻ സ്ഥലം വേണ്ടേ, ഉള്ള പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവര് വണ്ടി ഒതുക്കി ആംബുലൻസ് കടത്തിവിടാനായിട്ട് പറ്റി. നമ്മൾ ആ ജീവന് വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ആരെങ്കിലും ആയിരിക്കണം അതിന്റെ ഉള്ളിൽ. അത് പോലീസ് തന്നെയല്ല, പോലീസ് ആണെങ്കിലും സിവിലിനാണെങ്കിലും ചെയ്യണം. തനിക്ക് കഴിയുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള സഹായങ്ങളും സേവന പ്രവർത്തനങ്ങളും തുടരുമെന്ന് അപർണ അടിവരയിട്ട് പറയുന്നു. തൃശ്ശൂരിലെ പോലീസ് സേനയ്ക്ക് എന്നും മുതൽക്കൂട്ടാണ് അപർണ എന്ന ഈ പെൺകരുത്ത്. അമൃത ന്യൂസ്, തൃശ്ശൂർ. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.